ഹായ് നമസ്കാരം. എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത്? ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ നമ്മുടെ മമതാ ബാനർജിയെ 8 നിലയിൽ തോപ്പിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരം പിടിച്ച BJP സുവേന്ദു അധികാരി ആണ് അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പുതിയ നിയമങ്ങളാണ് ഇപ്പൊ പശ്ചിമ ബംഗാളിൽ അവിടുത്തെ മുഖ്യമന്ത്രി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വഴിയിൽ ആരും നമസ്കരിക്കാൻ പാടില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം വഴിയിലല്ലാതെ ഇപ്പോൾ അവർക്ക് പള്ളികളിൽ പോയി നിസ്കരിക്കാനായിട്ടുള്ള ഒരു ഇടമില്ല. കാരണം കാണുന്നത് മൊത്തം ബുൾഡോസർ വെച്ച് ഇപ്പോൾ ഇവന്മാർ ഇടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ തല കുനിക്കുന്ന പ്രവർത്തികളാണ് ലവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്കെതിരെയോ അല്ലെങ്കിൽ BJPയുടെ ഇത്തരത്തിൽ വർഗീയത തലക്ക് പിടിച്ച മതം തലക്ക് പിടിച്ചിട്ടുള്ള നേതാക്കന്മാർക്കെതിരെയോ ഇവിടെ ആരെങ്കിലും സംസാരിച്ചാൽ അവൻ്റെ വാ മൂടിക്കെട്ടും, അല്ലെങ്കിൽ അവൻ രാജ്യവിരുദ്ധനായിരിക്കും. എന്താണെങ്കിലും 8ന്റെ പണിയാണ് പശ്ചിമ ബംഗാളിലെ മുസ്ലിം സമൂഹം ഇപ്പം ലവന്മാർക്കിട്ട് കൊടുത്തിരിക്കുന്നത്. വരാൻ പോകുന്നത് ബക്രീദാണെന്ന് അറിയാമല്ലോ അല്ലേ? ബക്രീദ് എന്ന് പറയുമ്പോൾ മാംസം അറുത്ത് ദാനം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പുണ്യകർമ്മം. അപ്പം ഇപ്രാവശ്യം അവിടെ പശുവിനെ അല്ലെങ്കിൽ ഇതുപോലുള്ള മൃഗങ്ങളെ അറുക്കുന്നില്ല എന്നൊരു തീരുമാനം അവിടുത്തെ മുസ്ലിം സംഘടനകളും മുസ്ലിം സമൂഹവും എടുത്തു എന്നുള്ളത് BJP ഇപ്പം വെട്ടിലാക്കിയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പശു എന്ന് പറയുന്നത് ഇവന്മാരെ അമ്മയായിട്ടാണല്ലോ കാണുന്നത്. ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ കാളയന അച്ഛനാട്ടെങ്കിലും ഇവർ പരിഗണിക്കണം. പക്ഷേ ഈ പശുക്കളെ മുഴുവൻ, അതായത് കറവ പറ്റിയ പശുക്കളെ മുഴുവൻ ഇവര് ഈ പെരുന്നാൾ ആകുമ്പോഴത്തേക്ക് പല ചന്തകളിലും കൊണ്ടുവന്നിട്ട് വിൽക്കും. സുവേന്ദു അധികാരിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തതും ഈ പശു കർഷകരായിട്ടുള്ള അല്ലെങ്കിൽ സുവേന്ദു അധികാരിക്ക് അനുകൂലമായി ചിന്തിച്ച ആളുകൾ ഇപ്പൊ വെട്ടിലായിരിക്കുകയാണ്. കാരണം വളരെ രസകരമായിട്ടുള്ള മറ്റു ചില കോമഡി സംഭവങ്ങളും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഒരു പശുവിനെ ഇനി അറക്കണമെന്നുണ്ടെങ്കിൽ ആ പശുവിന് 14 വയസ്സ് പൂർത്തിയായിരിക്കണം. അതായത് പശു മെച്ചുവേർഡ് ആയിരിക്കണം. പിന്നെ ഇതിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് കാണിക്കണം. ഇതിനെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അത് കൃത്യമായിരിക്കണം. പിന്നെ ഇവർ പറയുന്ന സ്ഥലത്ത് മാത്രമേ ഇതിനെ അറക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് നിർദ്ദേശങ്ങൾ. ഈ BJP സർക്കാരും ഈ മണ്ടന്മാരായിട്ടുള്ള ഇയാളുടെ മന്ത്രിസഭയിലുള്ള വേട്ടാവളിയന്മാരൊക്കെ ഇപ്പോൾ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത്, രാജ്യത്തെ ഇങ്ങനെ അപമാനിക്കുന്ന ഈ വൃത്തികെട്ട കൂട്ടങ്ങൾ ഒരു പശുവിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് കാണിച്ചാലേ ഇനി അതിനെ അറുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ട് ഇവൻ്റെയൊക്കെ വിവരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മണ്ടനും പൊട്ടനും മല്ലന്മാരുമായിട്ടുള്ള ഈ രാജ്യത്തെ കട്ടുമുടിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന ഇവനെപ്പോലുള്ള സർക്കാരുകൾ ഇനിയും നീണാൽ വാഴട്ടെ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം ഇത് നടക്കണം, ഇതൊക്കെ ഇങ്ങനെ തന്നെ വരണം നമ്മുടെ രാജ്യത്ത്. ഇത് കേരളത്തിലും കൊണ്ടുവരാൻ വേണ്ടി പല ശ്രമങ്ങളും ഇവിടുത്തെ ചില വേട്ടാവളിയന്മാർ നടത്തുന്നുണ്ട്. എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനെയൊക്കെ വളരെ കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സഹോദരി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ വരാൻ പോകുന്ന ബക്രീദിന് അവര് പശുവിനെ അറുക്കുന്നില്ല, പകരം ആടിനെ അറുക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇനിയിപ്പോൾ ആട് ഏതെങ്കിലും തരത്തിൽ ഈ നിൽക്കുന്നതാണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. അപ്പം നമുക്ക് നേരെ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. വംശീയതയുടെ ഒരു പ്രത്യേകത അത് പലപ്പോഴും ലക്ഷ്യം തെറ്റാറുണ്ടെന്നാണ്. അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ ബംഗാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. തൃണമൂലിനെ തകർത്ത് അധികാരത്തിലേറിയ BJP സർക്കാർ ഹിന്ദുക്കൾക്ക് ഒട്ടൻ പണിയാണ് കൊടുത്തിരിക്കുന്നത്. BJP സർക്കാർ അധികാരത്തിലേറിയ ഉടൻ ഗോവധവുമായി ബന്ധപ്പെട്ട നയങ്ങളും നിയമങ്ങളും ശക്തമാക്കി. പശുക്കളുടെ രക്ഷകരായ സംഘശക്തി അതോടെ ആഹ്ലാദഭരിതരായി. അവർക്ക് വോട്ട് ചെയ്ത ഹൈന്ദവ ഭൂരിപക്ഷവും അതേ ആഹ്ലാദം പങ്കുവച്ചു. പക്ഷേ ആഹ്ലാദത്തിന് ഏറെ ആയുസ്സുണ്ടായിരുന്നില്ല. ആ പൊട്ടിയ രസച്ചരടിൻ്റെ കഥയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. വെസ്റ്റ് ബംഗാൾ അനിമൽ സ്ലോട്ടർ കൺട്രോൾ ആക്ട് 1950 മുതൽ ബംഗാളിൽ നിലവിലുണ്ട്. നിയമമുണ്ടെങ്കിലും അതിൽ ചില ഇളവുകളൊക്കെ സർക്കാരുകൾ നൽകാറുണ്ട്. കാരണം പലപ്പോഴും നിയമങ്ങൾ കാര്യങ്ങൾ നടക്കാനല്ല നടക്കാതിരിക്കാനാണല്ലോ സഹായിക്കാറുള്ളത്. ഇവിടെയും കാര്യം അങ്ങനെയായിരുന്നു. സുവേന്ദു സർക്കാരിൻ്റെ നേതൃത്വത്തിൽ BJP അധികാരത്തിലെത്തിയ ശേഷം 1950 കശാപ്പിനെ സംബന്ധിച്ച നിയമം ശക്തമാക്കി. മെയ് 13 അതു സംബന്ധിച്ച ചില പുതിയ നിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചു. പുതിയ നിർദ്ദേശമനുസരിച്ച് മൃഗങ്ങളെ അറുക്കുന്നതിന് മുമ്പ് മൃഗഡോക്ടർ സാക്ഷ്യപ്പെടുത്തണം. അതില്ലാതെ അറുത്താൽ നിയമ നടപടി നേരിടേണ്ടി വരും. സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് മുനിസിപ്പൽ ചെയർമാനോ പഞ്ചായത്ത് സമിതിയിലെ അധികാരികളോ ആയിരിക്കണം. കശാപ്പ് ചെയ്യുന്ന മൃഗത്തിന്റെ പ്രായം 14 വയസ്സിന് താഴെയാവരുത്. വയലിൽ പണിയെടുക്കാൻ കഴിയുന്നവയും ആയിരിക്കരുത്.
പരസ്യമായി അറുക്കരുത്. സർക്കാർ നിർദ്ദേശിക്കുന്ന അറവുശാലകളിൽ വെച്ച് മാത്രമേ അറുക്കാവൂ. അറുക്കാൻ അനുമതി ലഭിച്ചില്ലെങ്കിൽ അപ്പീൽ നൽകാം. കശാപ്പ് ചെയ്യാനുള്ള മൃഗങ്ങളെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ഇതൊന്നും അനുസരിച്ചില്ലെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യാം. ഇത് പുതിയ നിയമമല്ലെന്നും പഴയ നിയമത്തിൽ ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുമാണ് BJP-ക്കാരുടെ ഭാഷ്യം. മൃഗസുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്നും അവർ വാദിക്കുന്നു. ഹിൻകാൽഗഞ്ച് BJP MLA ആയ രേഖാ പാത്ര കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. അറുക്കാൻ കൊണ്ടുപോകുന്ന കന്നുകാലികളുടെ ജനന സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണമെന്നാണ് അവരുടെ വാദം. ലബുകാലിയയിൽ വെച്ച് കന്നുകാലികളെ കൊണ്ടുപോകുന്ന ഒരു വാഹനം അവർ കഴിഞ്ഞ ദിവസം തടഞ്ഞു നിർത്തി. വാഹനത്തിലുള്ള കന്നുകാലികളുടെ ജനന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ സുഗമമായി പോയി. പക്ഷെ പ്രശ്നം വഷളായത് മുസ്ലിങ്ങൾ ഒരു തീരുമാനമെടുത്തതോടെയാണ്. ഇത്തവണ ഈദിന് കന്നുകാലികളെ അറുക്കേണ്ടെന്നും അത് ഭക്ഷിക്കേണ്ടെന്നും മുസ്ലിങ്ങൾ തീരുമാനിച്ചു. സൗത്ത് 24 പർഗാനസ്, നാദിയ, മുർഷിദാബാദ്, ബീർബം തുടങ്ങിയ ജില്ലകളിലാണ് നിലവിൽ ഈ തീരുമാനമുണ്ടായിട്ടുള്ളത്. ഇതിന് ആടിനെ അറുത്താൽ മതി എന്നാണ് നിർദ്ദേശം. അതുമാത്രമല്ല, കന്നുകാലികളെ വിൽക്കാൻ ചന്തയിൽ കൊണ്ടുവന്ന ഹിന്ദുക്കളോട് തങ്ങൾ പശുക്കളെ വാങ്ങില്ലെന്ന് മുസ്ലിങ്ങൾ വ്യക്തമാക്കി. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അമ്മയെ വിൽക്കുന്നതെന്നായിരുന്നു അവരുടെ ചോദ്യം. കന്നുകാലികളെ വിറ്റാൽ നിങ്ങൾക്ക് പണം കിട്ടും, പക്ഷെ നിങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളെ ജയിലിലിടും. മാത്രമല്ല, ബുൾഡോസറുകൾ ഞങ്ങളുടെ വീടുകളിൽ കയറി ഇറങ്ങും. മറ്റൊരിടത്ത് കന്നുകാലികളെ കൊണ്ടുപോകുന്ന വണ്ടി തടഞ്ഞ മുസ്ലിം യുവാക്കൾ അമ്മയെ ഇങ്ങനെയാണോ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. അമ്മയോട് കുറച്ചൊക്കെ ബഹുമാനമെങ്കിലും കാണിക്കണ്ടേ എന്നും അവർ പരിഹസിച്ചു. സമാനമായ വീഡിയോകൾ വൈറലായതോടെ ഹിന്ദുക്കളായ കന്നുകാലി കച്ചവടക്കാർ കണ്ണീരും കരച്ചിലുമായി രംഗത്ത് വന്നു. 200-300 പശുക്കളെ വിറ്റിരുന്ന ചന്തകൾ ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ്. കന്നുകാലികളെ കയറ്റിയ വണ്ടികൾ റോഡുകളിൽ ദിവസങ്ങളായി പാർക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നാക്ക ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഘോഷ് സമുദായങ്ങളാണ് ബംഗാളിൽ കന്നുകാലികളെ പരിപാലിക്കുന്നത്. പാൽ വിറ്റ് ജീവിക്കുന്ന ഇവർ കറവ പറ്റിയ പശുക്കളെയും വിറ്റഴിക്കുന്നു. സാധാരണ ഇങ്ങനെയുള്ള കന്നുകാലികളെ മുസ്ലിങ്ങളാണ് ഭക്ഷണത്തിന് വേണ്ടി വാങ്ങുന്നത്. പെരുന്നാൾ കാലങ്ങളിൽ ധാരാളം കന്നുകാലികൾ വിറ്റുപോകും. ഇത്തവണയും ഈദ് മുന്നിൽ കണ്ട് ഘോഷ് സമുദായത്തിൽപ്പെട്ടവർ കന്നുകാലികളെ തയ്യാറാക്കി നിർത്തിയിരുന്നു. പലരും 30,000 മുതൽ 5 ലക്ഷം വരെ മുടക്കിയിട്ടുണ്ട്. ബാങ്ക് ലോൺ എടുത്തും സ്വർണ്ണം വിറ്റുമൊക്കെയാണ് പണം കണ്ടെത്തിയിട്ടുള്ളത്. 30,000 രൂപയ്ക്ക് വാങ്ങുന്നവയെ 1 ലക്ഷത്തിനൊക്കെ വിറ്റഴിക്കാൻ കഴിയും. അത് സാധിക്കാതായതോടെ അവർ പ്രതിസന്ധിയിലായി. പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഒരാൾ അറ്റാക്ക് വന്ന് മരിക്കുക പോലും ചെയ്തത്രേ. BJP-ക്ക് നല്ല സ്വാധീനമുള്ള ഈ സമുദായം സുവേന്ദു അധികാരി സർക്കാരിന്റെ വിജയത്തിൽ കാര്യമായ പങ്കുവഹിച്ചവരാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് കഴിഞ്ഞു. സ്ത്രീകൾ വരെ സുവേന്ദുവിനെ പുലഭ്യം പറയുന്ന വീഡിയോകൾ വൈറലായിട്ടുണ്ട്. സുവേന്ദു അധികാരിക്ക് വോട്ട് ചെയ്തിട്ടുള്ള ജനങ്ങൾക്ക് 8ന്റെ പണിയാണ് ഏമാൻ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇപ്രാവശ്യത്തെ ബക്രീദിന് മുസ്ലിങ്ങൾ കന്നുകാലികളെ അറുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. സ്വാഗതാർഹം എന്നല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ബീഫ് വീട്ടിൽ കണ്ടപ്പോൾ അത് പശു ഇറച്ചിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗോവധ സംരക്ഷക വേട്ടാവളിയന്മാരായിട്ടുള്ള തലയ്ക്ക് വിവരവും ബോധവും നഷ്ടപ്പെട്ട ഈ നാറികളെല്ലാം കൂടെ 10-65 വയസ്സുള്ള ഒരു വൃദ്ധനെ തല്ലിക്കൊന്നത് വരെ നമ്മൾ കണ്ടതാ. ഇപ്പോൾ ഇവർ ഈ പശുവിനെയും കയറ്റി ചന്തയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു ഗോവർദ്ധ കൊണാണ്ടർമാരെയും കാണുന്നില്ല, അല്ലെങ്കിൽ ഇതിന് എവിടെ കൊണ്ടുപോവാണ്, ഇത് എന്തിനു കൊണ്ടുപോകാണെന്ന് ചോദിക്കാൻ പോലും ഒരു നാറികളും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കറവ് പറ്റിയ പശുവിന് ഒരു പ്രയോജനമില്ല. അതിനിങ്ങനെ വെറുതെ വീട്ടിൽ നിർത്തി തീറ്റി കൊടുക്കാൻ ആരെ കൊണ്ടും സാധിക്കത്തില്ല. ഈ പശു ഇറച്ചിയാണെങ്കിലും കൊള്ളാം, ഈ കന്നുകാലി ഇറച്ചികളാണെങ്കിലും കൊള്ളാം, ഇതെല്ലാം ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്തേക്ക് കയറ്റി അയച്ചാൽ കബീർ അൽ ഉസ്മാൻ എന്നൊക്കെ പേരിൽ കയറ്റി അയക്കുന്നതും ഈ വേട്ടവളിയന്മാർ തന്നെയാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയും ഇതുപോലുള്ള ആളുകളെ ഇനിയും നമ്മുടെ രാജ്യം ചുമക്കണോ താങ്ങണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തീരുമാനിക്കണം. അത് കൃത്യമായി നിങ്ങളത് വിലയിരുത്തണം. എന്തായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ തിരിച്ച് സുവേന്ദു അധികാരി വോട്ട് ചെയ്ത ജനങ്ങളുടെ അണ്ണാക്കി തന്നെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും കൊണ്ടുവരണം. ഇതിങ്ങനെ പെരുകണം. ഇതിങ്ങനെ പെരുകി ഇവിടെ ഈ പറയുന്ന ഗോസംരക്ഷ കൊണാണ്ടർമാരെക്കാട്ടിൽ കൂടുതൽ ഈ പശു എന്ന് പറയുന്ന അമ്മ ഇവിടെ ഉണ്ടാകണം. ഈ അമ്മയെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ജനങ്ങൾ ഇനിയും കാണണം കണ്ണു തുറന്ന്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നല്ലൊരു തീരുമാനം ഇപ്പം മുസ്ലിം സമൂഹം എടുത്തതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാം. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും